ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവോണ ദിന വ്ളോഗാണ്. തിരുവോണമായിട്ട് വീട്ടിലെ വിശേഷങ്ങളും ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിൽ ഞങ്ങൾ 4 പേര് അടങ്ങുന്ന കുഞ്ഞു കുടുംബത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പം ആദ്യമായിട്ടാണ് തോന്നുന്നത് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ രാവിലെ പുട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിക്കാൻ പോകാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. പുട്ടും കടലക്കറിയാണ്. കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. രാവിലെ വിശപ്പില്ലായതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വന്നു. ഇനി നമ്മൾ പോയി നേരെ ഓണക്കോടിയൊക്കെ ഇട്ട് ഒരുങ്ങണം. ഓണക്കോടി ധാവണിയാണ്. അതൊക്കെ ഇട്ട് ഒരുങ്ങി സെറ്റായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഓണക്കോടിയൊക്കെ ഇട്ട് ഒരുങ്ങി സെറ്റായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് റെഡി ആയിട്ട് വരാം. അപ്പം നമ്മൾ ഓണക്കോടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇതാണ് എൻ്റെ ഓണക്കോടി കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി. നല്ല വെയിലുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? എന്നെ കാണാൻ സൂപ്പറായിട്ടുണ്ടോ? നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു. ക്ഷീണിച്ച് തളർന്ന് വന്നിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ അനിയത്തി ഭയങ്കര ചൂടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയപ്പോൾ അത്രയ്ക്ക് വെയിലില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല വെയിൽ ഉറച്ചു. നല്ല ചൂടും എടുക്കുന്നത്. രാവിലെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് മഴ പെയ്തായിരുന്നു. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം നല്ല ചൂടുണ്ട്. ഇനി നമ്മൾ ഫുഡൊക്കെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പായസം അതൊക്കെ ഉണ്ടാക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇനി പോകണം. നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പാകുമ്പോഴത്തേക്കും അങ്ങോട്ട് ചെല്ലാം. എൻ്റെ അടുക്കളയിലോട്ടും കയറ്റത്തില്ല. ഞാൻ മൊത്തത്തിൽ അഴുക്കാക്കും ഡ്രസ്സ് ഫുള്ളും. അതുകൊണ്ട് എന്നെ ഒട്ടും അടുക്കളയിലോട്ടും കയറ്റത്തില്ല. അഴുക്കാക്കി കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും. പിന്നെ വൈകിട്ട് നമുക്കൊരു പ്രോഗ്രാമുണ്ട് തിരുവാതിരയുടെ. 7 മണിക്കാണ് നമ്മളിവിടുന്ന് പോകുന്നത്. 8 മണിക്കാണെന്ന് തോന്നുന്നു കേട്ടോ പ്രോഗ്രാം. അതിനി പോകണം. ആകെ ഫുള്ള് ബിസിയാണ്. ഒന്നിനും സമയമില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മയെ സഹായിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ ഡ്രസ്സെല്ലാം മറന്ന് ഒരുങ്ങിയത്. സമയം കിട്ടിയപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയത്. പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മളുടെ സദ്യ എല്ലാം റെഡി ആയിട്ടുണ്ട്. പായസം, പുളിശ്ശേരി, ചോറും പപ്പടവും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സദ്യ കഴിക്കണം. അപ്പം ഓണസദ്യ കഴിക്കാം. ഇതാണ് ഞങ്ങളുടെ സദ്യ. എല്ലാം അത്യാവശ്യ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സദ്യയൊക്കെ കഴിച്ചു. സദ്യ കഴിഞ്ഞ് ഇവിടെ പ്രധാനം പായസം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സേമിയ പായസമായിരുന്നേ. ആസ്വദിച്ച് നന്നായിട്ട് കുടിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി പോയി ഡ്രസ്സെല്ലാം മാറണം. ഇതെല്ലാം അഴിച്ച് വെക്കണം. ഇനി പ്രോഗ്രാമുണ്ട് വൈകിട്ട് തിരുവാതിരയുടെ. അതിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റാവണം. അപ്പോൾ ഇതെല്ലാം മാറി ഇതെല്ലാം മുഖയിലൊന്ന് മാലയൊക്കെ മാറി മുഖത്തിൽ ഫേസ് വാഷിട്ടെല്ലാം കഴുകി സെറ്റായിട്ട് നിൽക്കാം. വൈകിട്ട് പ്രോഗ്രാമിന് പോകാൻ റെഡി ആവേണ്ടതൊക്കെയാണ്. അപ്പോൾ ഡ്രസ്സെല്ലാം മാറി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം മാറി നമ്മൾക്ക് തിരുവാതിരയ്ക്ക് പോകണം. അപ്പം 6 മണിയാകുമ്പം ചെല്ലണം. അപ്പോൾ ഒട്ടും സമയമില്ല. നമുക്ക് ഒരുങ്ങാനായിട്ട് പോവാം. റെഡി ആവാൻ വേഗം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. പച്ച കളറിൻ്റെ സെറ്റുമുണ്ടാണ്. അതിന് വേണ്ട കാര്യങ്ങളും വളയും പൂവും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റെഡിയായിട്ട് അമ്മുൻ്റെ വീട്ടിലോട്ട് പോകാം. നമ്മളങ്ങനെ അമ്മുവിൻ്റെ വീട്ടിൽ പോവാണ്. ഇവിടെ ചെന്നിട്ട് വേണം നമ്മളെ വണ്ടി എല്ലാവരും കൂടെ ഒന്നിച്ചാണ് കേട്ടോ പോണേ. അമ്മുവിൻ്റെ അടുത്ത് പോയി അവിടെ എന്തൊക്കെയാണ് അവരൊരുങ്ങുവാണോ ഒരുങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ അവിടെ ചെന്നിട്ട് അറിയാം. അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ അമ്മുവിൻ്റെ വീട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോൾ അനുരാധയും ശ്രീകുട്ടിയും വാവാച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ 7 മണിയൊക്കെ ആവാറായപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഗൈസ്. കാരണം വനവാതിക്കരയാണ് പ്രോഗ്രാം. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്. അതുകൊണ്ട് 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി. 8 മണിക്കായിരുന്നു പ്രോഗ്രാം തുടങ്ങുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പം ഇവിടെ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളായിരുന്നു. ഇവിടെയൊക്കെ നല്ല മരമായിട്ടുണ്ട്. കുറച്ച് താമസിച്ച് തുടങ്ങാൻ എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഓഡിറ്റോറിയത്തിൽ പോയിരുന്നപ്പോഴാണ് ഈ കുഞ്ഞ് ദേവിയെ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരുടെ ഡാൻസാണ് കേട്ടോ. അവരുടെ ഡാൻസെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. അമ്മ നോട്ടുമാല കിട്ടിയതിൻ്റെ ആഹ്ലാദമാണ് ഈ കാണുന്നത്. പിന്നെ ഫസ്റ്റ് ലീഡറായ വീണ ആൻറ്റിക്കും സെക്കൻഡ് ലീഡറായ സന്ധ്യ ആൻറ്റിക്കും പിന്നെ കൊറിയോഗ്രാഫറായ അമ്മൂസിനും ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാൻ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അതിനിടയ്ക്ക് റോഡിൽ ഒരു പാട്ടിട്ടപ്പോൾ കിടന്നുള്ള ആ തുള്ളലാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ അടുത്തൊരു വീട്ടിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഭയങ്കര തുള്ളിയാണ് കേട്ടോ പോകുന്നത്. പാട്ടിട്ടിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇതാ അവിടെ എത്തി ഗൈസ്. ഇനി നമ്മൾ നല്ല വിശപ്പോടെ വന്നിരിക്കുന്നത്, ഫുഡ് കഴിക്കണം. ചപ്പാത്തിയും കടലക്കറിയും ആയിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് വേണം നമ്മളിവിടെ നിന്ന് പോകാനായിട്ട്. ഒത്തിരി ലേറ്റായി നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയപ്പോഴത്തേക്കും. അവരുടെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ തുടങ്ങിയപ്പോഴത്തേക്കും ഒത്തിരി താമസിച്ചു. കാരണം ഇവിടെയൊക്കെ എന്തോ മഴയായിരുന്നെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അത് കാരണം ഒരുപാട് ലേറ്റായി. ഞങ്ങൾ കളിച്ചിടത്ത് നല്ല ചെളിയൊക്കെ ഉണ്ടായിരുന്നു. കാലം ഫുള്ള് ചെളിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നേരത്തെയും പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അമ്പലത്തിലായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ പ്രോഗ്രാമിന് വന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഗായ്സ്, നമ്മൾ വീട്ടിൽ വന്നു. ഇനി പോയി നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായിട്ട് നേരെ പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഡ്രസ്സെല്ലാം മാറിയിട്ട് വരാം. അപ്പം നമ്മൾ ഡ്രസ്സെല്ലാം മാറിയിട്ട് വന്നു ഗായ്സ്. ഇനി നമ്മൾ നേരെ പോയി കിടന്നുറങ്ങണം. നല്ല ചെളി ഉണ്ടായിരുന്നു കാലിലെല്ലാം. അതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ നേരെ പോയി കിടന്നുറങ്ങണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തിരുവോണ ദിനത്തെ വിശേഷങ്ങളായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ഉള്ളായിരുന്നു. തിരുവോണം ഞങ്ങളുടേതായ കുഞ്ഞു രീതിയിൽ ആഘോഷിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.